കേരളത്തിലെ തന്നെ ആദ്യ ഫ്ലോട്ടിംഗ് ഓണത്തല്ല് മത്സരമാണ് ഈ കാനായി സൗത്തിൽ യുവജന കലാസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഏറെ ആവേശകരമായ ഈ ഓണത്തല്ല് മത്സരം വീക്ഷിക്കാൻ ഇപ്പോൾ തന്നെ നിരവധിയായ ആളുകൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഒരു വലിയ ജനാവലിയിലേക്ക് ആവേശകരമായി ഈ ഓണത്തല്ല് മാറുക തന്നെ ചെയ്യും. ഓണത്തല്ലായതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. എന്നോട് മത്സരിക്കാനല്ല, ഞാൻ വള്ളത്തിലൂടെ കാര്യം പോക്കാണ്. ഇനി ഒരുപാട് ഓണപരിപാടികളുണ്ട്. എൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഏതായാലും ആവേശകരമായ ഓണത്തല്ല് മത്സരം ഇതിനെ തുടർന്ന് വരാൻ വേണ്ടി പോവാം. തീർച്ചയായും വളരെ ആവേശവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓണത്തല്ലിന് വളരെ വ്യത്യസ്തമായി ഫ്ലോട്ടിംഗ് എന്നത് പുതിയൊരു ആശയമാണ്. ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ മനോഹരമായ ഈ ഗാലറി യഥാർത്ഥത്തിൽ ഒരു ഫ്ലോട്ടിംഗ് ഓണത്തല്ലിന് പറ്റിയൊരു ഗാലറി പോലെ തന്നെയാണ്. ചുറ്റും നിന്ന് നാല് ഭാഗത്തുനിന്നും കാണികൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ ഓണത്തല്ല് കാണാൻ വേണ്ടി പറ്റും. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഓണത്തല്ലായി യുവജന കലാസമിതിയുടെ ഈ ഫ്ലോട്ടിംഗ് ഉത്തരമേഖല ഓണത്തല്ല്, ഈ മീൻകുഴിയിൽ നടക്കുന്ന ഈ ഓണത്തല്ല് മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് 2026 ഈ ഓണത്തല്ല് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് രണ്ടാമത് ഉത്തര കേരള ഫ്ലോട്ടിംഗ് ഓണത്തല്ല് മത്സരത്തിന്റെ മുന്നോടിയായുള്ള സൗഹൃദ മത്സരം ആരംഭിക്കാൻ പോകുന്നു. സഖാവ് എം വിജിൻ MLA-യും ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗം സഖാവ് എം മനീഷും തമ്മിൽ സൗഹൃദ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആദ്യത്തെ അടി ആരംഭിക്കാൻ പോകുന്നു. ആവേശകരമായ ഉത്തരമേഖലാ ഓണത്തല്ല് മത്സരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നു. അനീഷ് വെള്ളത്തിലേക്ക്